പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ തമ്പുരാനെ പോലീസ് പൊക്കിയിരിക്കുകയാണ്. വേറെ ആരെയുമല്ല, നമ്മുടെ രഞ്ജിത്ത് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സിനിമയെന്നും എൻ്റെ കുടക്കീഴിലാണ്. മോഹൻലാലും മമ്മൂട്ടിയും എൻ്റെ കാല് പിടിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെൻ്റെ കാല് പിടിക്കണം. എന്തിനധികം പറയുന്നു, പാവപ്പെട്ട ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മുഖത്ത് കൈവച്ചവൻ, അവനെ പോലീസ് പൊക്കിയിരിക്കുകയാണെന്ന്. അവൻ ഇന്ന് റിമാൻഡിലാണ്. അവൻ ഇപ്പോഴില്ലാത്ത അസുഖങ്ങളില്ല, അതായത് ഈ ഇല്ലാത്ത അസുഖങ്ങളില്ല അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരൾ മാറ്റിവെച്ചതാ പോലും. അതുപോലെ തന്നെ പലവിധ അസുഖം. എന്തിനാണോ ഈ ജന്മത്തിനെ നമുക്ക്, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ജന്മത്തിന് വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട. ആകെ ചുമന്ന് നടക്കുന്നത് കുറച്ച് കള്ളുകൂടിയന്മാരും മറ്റേവന്മാർ ഇവർ മാത്രമാണ്. അല്ലാതെ യാതൊരു വിലയുമില്ലാതെ സമൂഹത്തിന് വേണ്ടാത്ത, അല്ലെങ്കിൽ ഇതുപോലെ തൻ്റെ കഴിവുകൾ മറ്റേന് മാത്രം ഉപയോഗിക്കുന്ന ഒരുത്തൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവനെയാണെങ്കിലും നമ്മുടെ നികുതി പണം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മൾ തീറ്റി പോറ്റിയിട്ടുമുണ്ട്. ഒരു ഉപകാരവും ഇല്ലാത്ത സിനിമാക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സിനിമാക്കാർക്ക് എന്തിനാണ് അങ്ങനെയുള്ള ഒരു ഇത് തന്നെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഈ കോടികൾ വാങ്ങിക്കുന്ന ഇവറ്റകൾക്ക് എന്തിനു ഒരു എന്താ പറയുക, വൃത്തികേടല്ലാതെ യോമാർക്ക് വേറൊന്നുമില്ല അവിടെ നിന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കറോ. അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലേരി മാണിക്യം എന്ന് പറയുന്ന ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഒരു നടി തുറന്നു പറഞ്ഞിട്ടുണ്ട്, ബംഗാളിൽ നിന്ന് വന്നിട്ട് അവരെന്ന് പറഞ്ഞ ഒരു രാത്രി മുഴുവൻ ഓടിയിട്ടുണ്ട് ഇവനെ പേടിച്ചിട്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുക്കനെ കൊണ്ടുപോയിട്ട് ആ ചെറുക്കനെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് ചെയ്തത് വെറുതെ ആരെങ്കിലും വിളിച്ചു പറയടോ, ആ കേസെല്ലാം റദ്ദാക്കിന് പോട്ടെ, വെറുതെ ആരെങ്കിലും വിളിച്ചു പറയോ? ആരും വിളിച്ചു പറയത്തില്ല. ഏതായാലും ആ കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി റദ്ദാക്കിക്കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു. പിന്നീട് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പറ്റിയിട്ടുള്ള പല കഥകളും പറയാറുണ്ട്. ഇവിടെയുള്ള കുറെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ മാത്രം മതി, എന്ത് സഹിച്ചിട്ടായാലും വേണ്ടില്ല, അവസരങ്ങൾ കിട്ടിയാൽ മതി. രഞ്ജിയേട്ടാ എന്ന് വിളിച്ചിട്ട് രഞ്ജിയേട്ടാ എന്ന് വിളിച്ചിട്ട് പോകുന്ന പരിപാടി കുറേ എണ്ണത്തിനുണ്ട്. ഇവറ്റകൾക്കൊക്കെ വേണ്ടത് അവസരം തന്നെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറാം തമ്മിലെ മറ്റേ നമ്മൾ ദേവാസുരത്തിലൊക്കെ കാണിക്കുന്നത് പോലെയുള്ള ചില സ്ത്രീ കഥാപാത്രങ്ങൾ ഇയാൾ സൃഷ്ടിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടിയിട്ടാണെന്ന് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണ്. അതായത് സ്ത്രീകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന വേറൊരുത്തം വേറെയില്ല. സത്യം പറയാലോ, ഇവൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, എത്ര വൃത്തികെട്ടവനാണ്. അല്ലാതെ ഇവൻ എത്ര സ്ത്രീകളെ ഇതുപോലെ കാണിച്ചിട്ടുണ്ടാകും. ആ ഒരു കുട്ടീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-ാം തീയതി കഴിഞ്ഞ സംഭവത്തിൽ ആ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം വന്നു. ഇവൻ്റെ എല്ലാവരും പറഞ്ഞ് ഭയപ്പെടുത്തൂലേ, മോളെ കളിക്കുന്നത് ഓനോടാന്നേ, ഓന് ഭയങ്കര ഇതായിരിക്കും കേട്ടാ, ഓന് ഭയങ്കര പിടിപാടായിരിക്കും, നീ സൂക്ഷിക്കണമായിരുന്നു. ഓന് പിടിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നും അല്ല, സിനിമാ മേഖല അടക്കി വാഴുന്നവനാണ്. അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറുകളെല്ലാം കാലിൽ വീണിട്ട് പിന്നെ എന്താ പറയേണ്ടത്, അവിടെ കാൽച്ചോട്ടിലിരിക്കും അവൻ്റെ. കാരണം അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതോനെയും സൂപ്പർ സ്റ്റാർ ആക്കാം. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പലരെയും എന്ന് പറഞ്ഞാൽ നീലകണ്ഠനായും അതുപോലെ തന്നെ അങ്ങനെ പലരെയും സൂപ്പർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മോളെ ചെയ്യല്ലേ എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും. പേടിച്ചിട്ടാണോ? ഒരുപാട് പേരും തന്നെ പേടിച്ചിട്ടും സഹികെട്ടിട്ടും സിനിമയിലുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരവാന്റെ പുറകിൽ ഒരുത്തിനെ കാവല് നിർത്തിയിട്ട് ഇവൻ ഉള്ളിൽ ലീലാവിലാസം പോലും. ആലോചിച്ച് നോക്കണ, കേരളമേ ലജ്ജിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതുപോലൊരു ആഭാസൻ, വേറെ ഒന്നും പറയാനില്ല, ഇതുപോലൊരു ആഭാസൻ. ഇന്ന് രാവിലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ ആ ഒരു പിന്നെ വാർത്ത മാത്രമാണ് ഇന്ന് ഈ ചാനലിൽ വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാണക്കേടാണ് തോന്നുന്നത്. അയ്യോ കഷ്ടം. ഇവനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. കാരണം ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പലർക്കും അറിയാം. പിന്നെ എന്തിനാ ഇവനെയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് വലിയ ആളാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനിവനെ പൊക്കി പിടിച്ച് വലിയ ആളാക്കുന്നത്? ഇവൻ മാത്രമേ ഉള്ളൂ ലോകത്ത്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, തീ ഇല്ലാതെ പുകയുണ്ടാവില്ല. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരുത്തിനെ പറ്റിയിട്ട് നാട്ടുകാർ വെറുതെ പറയില്ല. എന്തെങ്കിലും തരത്തിൽ വെറുതെ പറയില്ല. അവനെ കണ്ടുകൂടായിട്ടാണോ? ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസല്ലേ അവനെ അറസ്റ്റ് ചെയ്തത്. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ റിമാൻഡ് ആക്കുമ്പോൾ അവൻ പറയുകയാണ് എനിക്ക് ലിവർ മറ്റേ ഇത് ചെയ്തതാണ്, ഓൻ്റെ മണ്ണാങ്കട്ട ചെയ്തതാണ്, ഓൻ്റെ മറ്റേത് ചെയ്തതാണെന്ന്. എന്തിനാ ഇവനെ പോലെയുള്ള നിഷ്ഠജീവി അവിടെ കിടന്ന് തീരട്ടെ, അല്ലാതെ വേറെ എന്താ ചെയ്യണ്ടേ? കഷ്ടം തന്നെയായിരുന്നു. നമ്മുടെ എന്നാ പറയേണ്ടത്, ഇവനൊക്കെ ശരിക്കും സമൂഹത്തിനെ കൊഞ്ഞനം കുത്തലാണ്. അതായത് സ്ത്രീകളെയും സമൂഹത്തിനെയും കൊഞ്ഞനം കുത്തലാണ്. നേരെ പക്ഷെ വേറെ കാര്യം കൂടി പറയട്ടാ, ഇവനൊന്നും പറയാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീകൾ പോലും രംഗത്ത് വരത്തില്ല. അത് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവനെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർക്കെതിരെയോ ഒന്നും പറയാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സിംഹങ്ങളൊന്നും ഒരാൾ പോലും വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എല്ലാവർക്കും ഭയമാണ്.
ഞാൻ പറഞ്ഞല്ലോ സിനിമാ മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധിപത്യത്തിന്റെ നാളുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. എന്നാലും പറയുകയാണ്, അപ്പൊ ഇവന്റെയൊക്കെ സിനിമക്ക് വേണ്ടിയിട്ടും ഇവന്റെയൊക്കെ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടും ദാഹിച്ചു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ആൺനടന്മാരും ഉണ്ട്, പെണ്ണടികളും ഉണ്ട്. അതാണ്, നടികളും നടന്മാരും ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഇവന്റെ ക്രീഡകൾ മുഴുവൻ ശമിപ്പിക്കുന്ന തരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് കിട്ടും. അതാണ് ഇവൻ പറയുന്ന ഒരു ഇത്. അതായത് ഇവന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഏതറ്റം വരെ പോകും. അങ്ങനത്തെ ഒരുത്തനാണ് ഇവൻ. ആ ചെങ്ങാതിനെ പിടിച്ചിട്ടാണ് ഇവിടെ വലിയ സ്ഥാനം കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു, നിങ്ങൾ ആലോചിച്ച് നോക്കറ, ഏത് പാർട്ടി ആയി കഴിഞ്ഞാലും, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയി കഴിഞ്ഞാലും BJP ആയാലും ഈ കോഴികളെ അടുപ്പിക്കരുത്. കാരണം കോഴികൾ വരുന്നത് അവർക്ക് വേറെ ഒന്നുമല്ല, അവർക്ക് പൈസയും വേണ്ട, കാര്യങ്ങളും വേണ്ട. അവർക്ക് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും നടക്കുമോ? അതായത് സിനിമയിലേക്ക് വരുന്ന കുറേ കോഴികളുണ്ട്. അത് നടന്മാരല്ല, അതിൻ്റെ അകത്തു നിന്നുള്ള സംവിധായകനായിട്ടും അതുപോലെ നിർമ്മാതാവായിട്ടൊക്കെ വരുന്ന കുറെ കോഴികളുണ്ട്. ഇവരൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ തന്നെയാണ്. അതുപോലെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നവൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്, എന്തെങ്കിലും നടക്കുമോ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുക, എല്ലാം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവനെ പോലെയുള്ള ആൾക്കാരെ മുൻകൂറായിട്ട് തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലും എന്നാണ് ഇവറ്റകളെയൊക്കെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ദ്വീപിലിടണം. അതായത് ഈ എന്താ പറയുക, നമ്മളിവനെ ബസ് സ്റ്റാൻഡിലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ചില കാലക്കൂട്ടന്മാർ ചെയ്യുന്ന പരിപാടി ഉണ്ട്. അതായത് അവിടെയില്ല പശുക്കുട്ടികളെ മറ്റേവരെയൊക്കെ ഇതാക്കല്. അതുപോലെ തന്നെ ഈ നായ്കൾക്ക് ഒരു സ്വഭാവമുണ്ട്, പൂച്ചകൾക്കുണ്ട്, കോഴികൾക്കുണ്ട്. അതാണ് പൂവൻകോഴി ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ആൾക്കാരെയോ മറ്റേവരെയൊന്നും നോക്കൂലേ, കയറിയിട്ട് അങ്ങ് നിരക്കിക്കളിയായിരുന്നു. അങ്ങനെയുള്ള ജീവികളാണ് ഈ ഇരുകാലിൽ നടക്കുന്ന മനുഷ്യജീവി എന്ന് പറയുന്ന ചില ടീമുകളെ. ഈ ടീമുകളെയൊക്കെ കണ്ടെത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ദ്വീപ് കൊണ്ടുവരിക, ഇവറ്റകളെല്ലാം മക്കളെ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോ എന്ന് പറയും. എന്നിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കും അവിടെ. അല്ലാതെ ഇവരെ ഈ വികാരം ശമിപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ വയസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വികാരം അയാൾക്ക് ശമിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശമ്പളമൊന്നും വേണ്ട, അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു കാരവാനും ഒരു സിനിമ ഷൂട്ടിങ്ങും മതി എന്ന് പറഞ്ഞിട്ട് മുട്ടി നിൽക്കുന്ന ഒരുത്തനാണ് ഇവൻ. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കറ. എന്റെ പൊന്ന് ചെങ്ങായിമാർ, ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടാന്ന് ഞാൻ പറയുന്നത്, വളരെ സൂക്ഷിക്കണേ, ആണായാലും പെണ്ണായാലും. കാരണം ഏട്ടനാണെന്നില്ല പെണ്ണെന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ പോലെയുള്ള ആൾക്കാർ സമൂഹങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു കാരണവശാലും. കാരണം ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ കൂട്ടിന് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തൊരു സംഭവമാണെന്ന് കണ്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് പൊക്കി വെക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ചില പ്രക്രിയകളാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ജനങ്ങളുടെ നികുതി പണത്തുകൊണ്ട് ഇതുപോലുള്ള കോഴികൾ എവിടെയും കയറി ഇരിക്കാൻ പാടില്ല. ഒരിക്കലും പാടില്ലാത്തതാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ട് ഇവനെ പോലെയുള്ള ഈ വൈകൃതമുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം മുട്ടുന്ന ഇവനെ പോലെയുള്ള ആൾക്കാർ ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇരുത്തരുത്. ഇനിയും 2-3 ആൾക്കാരുണ്ട് ഇതേപോലെ ഉള്ളത്, ഇനിയും ഈ സിനിമാ ഫീൽഡ് ഉള്ളത്. പക്ഷേ ഇവിടെ ആർക്കും പറയാൻ ധൈര്യമില്ല. ഒരു കുഞ്ഞു പോലും ഇതിനെതിരെ പ്രതികരിക്കൂല. ഇന്നലെ ഇപ്പോഴും ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന കുറെ സിനിമാ മേഖലയിലെ കുറേ കുലസ്ത്രീകളെ നോക്കി ഒരാൾ പോലും വന്നിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രി എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു കഴിഞ്ഞ സിനിമയിൽ. അവൻ പറയുന്നത് അവന് 3000-ഓളം 5000-ഓളം കാമുകിമാരുണ്ട് എന്നാണ്. മനസ്സിലാക്കണം നിങ്ങൾ, സ്ത്രീകളെ എത്ര മോശമായിട്ട് പറഞ്ഞിട്ടും കൂടി ഇവിടെ പ്രതികരിക്കാനില്ലാത്ത ഒരു ജനസമൂഹം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എല്ലാവരും ഓടി വരും. പക്ഷേ സ്വന്തക്കാരാകുമ്പോൾ ഇവർ കാണിക്കുന്ന ഒരു മൗനമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരു ഭീഷണി എന്നേ ഞാൻ പറയുള്ളൂ. സ്വന്തക്കാരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് മിണ്ടാട്ടമുണ്ടാവില്ല. പിന്നെ അതന്നെയാണ് ഇവന്റെ കാര്യത്തിലും നടന്നത്. ഇവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനെതിരെ ആരും ഒന്നും പറയില്ല എന്നുള്ളൊരു ധൈര്യം കൊണ്ട് തന്നെയാണ്. അതായത് മുടിചൂടാൻ മന്നൻ തന്നെയാണ് ഇവൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കാണുമ്പോൾ ഇപ്പോഴും ഭയന്നോടുന്ന ഒരുപാട് നടന്മാരുണ്ട്. അവര് വളരെ വയസ്സായവരുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയക്കുന്ന, അല്ലെങ്കിൽ അവരൊക്കെ തുറന്നു പറയാത്തത് അവരുടെ കുടുംബജീവിതത്തിന്റെ നാണവും മാനവും കുറച്ച് ഉളുപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ്. അന്ന് ഇവന്റെ സിനിമക്ക് വേണ്ടിയിട്ട് പല ത്യാഗങ്ങളും ചെയ്ത ആൾക്കാരുണ്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ സൂപ്പർ സ്റ്റാറുകളൊന്നും ഒരു മനുഷ്യന്മാരല്ല. നമ്മൾ വിചാരിക്കുന്ന മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ ഇവനെതിരെയൊന്നും പറയില്ല. പേടിയാണ്, മോഹൻലാലിനെ പോലും പേടിയാണ് ഇവനെ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. തീർന്നില്ല.